നമ്മൾ 80s കിഡ്സിൻ്റെയൊക്കെ വർഷങ്ങളോളം വേട്ടയാടിയ ഒരു വേൾഡ് കപ്പ് ഫൈനലുണ്ട്. 2003 ജോഹന്നസ്ബർഗിൽ വെച്ചാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനല്. അന്ന് പോണ്ട് കയറി 140 റൺസും അടിച്ച് 359 റൺസും കണ്ട് ഓസ്ട്രേലിയ അടിച്ചത്. ഇന്ത്യ 234 റൺസിന് ആൾ ഔട്ടാവുകയും ചെയ്തു. പക്ഷേ അന്നത്തെ ആ ഒരു അട്ടിയുണ്ടല്ലോ, നമ്മൾ അടിച്ച് വല്ലാത്ത അടിച്ചു ഒതുക്കളെ. അന്ന് 359 റൺസൊക്കെ ഒരു ഫൈനൽ അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മാരകമാണ്. നമുക്കൊന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അടിച്ചു കളഞ്ഞു. അന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഇന്ത്യൻ ടീം ഇതുപോലെ കളിച്ച് ഒരു കപ്പടിക്കുമോ. നമ്മൾ തോറ്റ് പഠിച്ച് വളർന്ന്. പക്ഷെ ഇപ്പം ഇന്നലെ വേൾഡ് കപ്പ് ഫൈനൽ എടുത്തത് എന്തൊരടി അടിച്ചത്. അതും സ്വന്തം നാട്ടിൽ ഹോസ്റ്റ് ചെയ്ത ടീം ആദ്യമായിട്ട് ജയിക്കുന്നു, 3 വേൾഡ് കപ്പ് ജയിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. അതും വലിയൊരു ഗ്രൗണ്ട്, വലിയ ബൗണ്ടറി, ഫുള്ള് പ്രഷർ, 15 ഓവറിൽ 200 റൺസ്. നമ്മൾ 80s കിഡ്സിനൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ഒരു പുതിയ ഇന്ത്യയാണ്. ഒരു പേടിയില്ലാതെ കളിക്കുന്ന, ഒരു സേഫ്റ്റി ഒന്നും നോക്കാതെ അടിച്ച് കളിക്കുന്ന, നോക്കൗട്ടൊക്കെ ചുമ്മാ എടുത്തിട്ട് കളിക്കുന്ന ഒരു ഇന്ത്യൻ ടീമാണ്. നമ്മളൊക്കെ പണ്ട് നമ്മളൊക്കെ സ്വപ്നമാണിത്. അതായത് നമ്മളൊക്കെ ഈ 80s ജനിച്ച ആൾക്കാരുടെയൊക്കെ ഒരു കാത്തിരുന്ന ഒരു ദിവസമാണിത്. ഇത് ഒരു കപ്പല്ല, നമ്മുടെ ഈ 2000 അല്ലെങ്കിൽ ജെൻസിയുടെയൊക്കെ ആറ്റിറ്റ്യൂഡാണ്, ഇന്ത്യയുടെ ജെൻസിയുടെ ആറ്റിറ്റ്യൂഡാണിത്. വല്ലാത്തൊരിതാണ്. പിന്നെ സഞ്ജുവിൻ്റെ കാര്യം നമ്മൾ എത്ര പറയാലും മതിയാവില്ല. സഞ്ജുവിൻ്റെ ഈ 3 ഇന്നിങ്സ് എന്ന് പറയുന്നത് സച്ചിൻ്റെ ഷാർജയിലെ ഡെസേർട്ട് സ്റ്റോം, അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനാരിയോ ആണ്. പക്ഷേ ഏകദേശം അതുപോലത്തെ ഒരു ഇന്നിങ്സ് തന്നെയാണ്. പക്ഷേ ഈ കളിയേക്കാളും ഒക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും നമുക്കിത് ഭയങ്കര ഒരു രോമാഞ്ചം വരുന്ന ഒരു അവസ്ഥ എന്ന് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. മാത്രമല്ല ഈ ഒരു കംബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് വല്ലാത്തൊരു കംബാക്ക് സ്റ്റോറിയാണ്. ടീമിന്റെ 11 പോലും കാണില്ല എന്ന് ഉറപ്പിച്ച അവിടെ നിന്ന് മാൻ ഓഫ് ദ സീരീസ് ആയിട്ട്, അതും വെറും 5 ഇന്നിങ്സിൽ എനിക്കറിയൂടെ ഇനി ഇതുപോലത്തെ ഒരു ഇന്നിങ്സും ഇതുപോലത്തെ ആ ഒരു നിമിഷങ്ങളും സഞ്ജുവിന് തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയൂടെ. ഇത്രയും ഗൂസ്ബം മൊമെന്റ്സ് ഒക്കെ I don't know man, but it was electrifying. നമ്മൾ പണ്ട് സച്ചിൻ്റെയൊക്കെ കളി കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ആ ഒരു സമയമില്ല, അതുപോലത്തെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ഫീലിംഗ് ആണ് സഞ്ജുവും ഇന്ത്യൻ ടീമും കഴിഞ്ഞ 3 മത്സരങ്ങളിൽ നമുക്ക് നൽകിയത്. അബ്സല്യൂട്ട്ലി. അപ്പം സഞ്ജുവിന് മാത്രമല്ല ഇന്ത്യൻ ടീമും, ബുംറ ഇസ് ലൈക്ക് എ ലെജൻഡ്. അബ്സല്യൂട്ട്ലി. എനിക്ക് തോന്നുന്നു ബുംറ റിട്ടയർ ആകുമ്പോഴത്തേക്കും വേൾഡിന് ഏറ്റവും നല്ല ഫാസ്റ്റ് ബോളറായിട്ടായിരിക്കും ബുംറ റിട്ടയർ ആവുന്നത്. ബുംറ ഒരു വളരെ വലിയ ഫാക്ടറായിരുന്നു. അപ്പോൾ സന്തോഷം, വളരെ സന്തോഷം. പുതിയ ഇന്ത്യ, പുതിയ പിള്ളേർ, അടിപൊളി. ഇറ്റ് വാസ് എ പ്രൗഡ് മൊമെന്റ്, ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് പ്രൗഡ് മൊമെന്റ്.